ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സെല ലേണിംഗ്. മിസ്സിന്റെ മക്കളെല്ലാരും സുഖായിരിക്കുന്നോ? എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നോടാ? അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുമോ? ഇനി നമുക്കുള്ളത് ഏത് പരീക്ഷയാ? സോഷ്യലാലേ. അപ്പൊ എന്റെ മക്കളെല്ലാം പഠിച്ചു കഴിഞ്ഞെന്ന് മിസ്സിന് അറിയാം. എന്നാലും പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഉറപ്പിക്കാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ചേഞ്ചസ് റോഡ് ബൈ അയൺ എന്നുള്ള ചാപ്റ്റർ, അതായത് ഇരുമ്പൊരുക്കിയ മാറ്റങ്ങളെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ? അപ്പം ഈ ഒരു പാഠഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതായത് കുറച്ച് സമയം കൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചെടുക്കാൻ പോവാ. എന്റെ മക്കൾ റെഡിയല്ലേ? ഈ ഒരു പാഠഭാഗത്ത് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒന്നാണ് നമ്മുടെ വേദ കാലഘട്ടത്തെ കുറിച്ച്. നമുക്കറിയാം വേദ കാലഘട്ടം എന്ന് പറയുന്നത് 1500 BC മുതൽ 600 BC വരെയാണ്. ഈ വേദ കാലഘട്ടത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഋഗ്വേദ കാലഘട്ടം എന്നും അതേപോലെ തന്നെ നമ്മുടെ ലേറ്റർ വേദിക് പീരീഡ് അഥവാ പിൻകാല വേദ കാലഘട്ടം എന്നും തിരിച്ചിട്ടുണ്ട്. ഋഗ്വേദ കാലഘട്ടത്തെ കുറിച്ച് ആ സമയം എന്ന് പറയുന്നത് 1500 മുതൽ 1000 BC വരെയാണ് ഋഗ്വേദ കാലഘട്ടം എന്ന് പറയുന്നത്. ലേറ്റർ വേദിക് പീരീഡോ, പിൻകാല വേദ കാലഘട്ടമോ, അത് 1000 BC മുതൽ 600 BC വരെയും. ഋഗ്വേദ കാലഘട്ടത്തെ കുറിച്ച് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന ഏതിൽ നിന്നാണ്? ആ പേര് കേൾക്കുന്നത് പോലെ തന്നെ ഋഗ്വേദയിൽ നിന്നാണ് അല്ലേ? ഇനി നമ്മുടെ ലേറ്റർ വേദിക് പീരീഡ് അഥവാ നമ്മുടെ പിൻകാല വേദ കാലഘട്ടത്തെ കുറിച്ച് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് സാമവേദ, യജുർവേദ, അഥർവ വേദങ്ങളിൽ നിന്നാണ്. അപ്പൊ നമുക്ക് മൊത്തം എത്ര വേദങ്ങളുണ്ട്? 4 വേദങ്ങളാണ്. ഒന്നെന്റെ മക്കള് പറഞ്ഞേ. ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. ഓക്കെ അല്ലേ? ഇനി ആ ഫ്ലോ ചാർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് പഠിക്കാൻ വേണ്ടി എൻ്റെ മക്കൾ നിൽക്കണ്ട. എൻ്റെ മക്കൾ ഈ ഫ്ലോ ചാർട്ട് തന്നെ കാണാതെ അങ്ങോട്ട് പഠിച്ചോളാം. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എൻ്റെ പിള്ളേർക്ക് അവിടെ എഴുതാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഋഗ്വേദ കാലഘട്ടത്തില് നമ്മുടെ കന്നുകാലികളെ സമ്പത്തായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടായിരിക്കും അവര് സമ്പത്തായിട്ട് കാണാൻ കണ്ടിട്ടുണ്ടായിരിക്കുക? അതായത് എല്ലാ കാര്യത്തിനും കന്നുകാലികളെ വേണം അല്ലെ? അവർക്ക് കന്നുകാലി മേയ്ക്കാനായാലും അവർക്ക് ഫുഡും എല്ലാം നമുക്ക് മിൽക്കും കാര്യങ്ങളൊക്കെ കന്നുകാലികളോട് കിട്ടും. അപ്പം പണ്ട് കാലത്ത് നമുക്ക് ഇത്ര ലോറി ഉണ്ട്, ഇത്ര കാർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മള് പല ആളുകളും വീമ്പ് പറയില്ലേ? പക്ഷെ ആ കാലഘട്ടത്തിൽ വീമ്പ് പറയുന്നത് എന്ത് വെച്ചിട്ടാ? കന്നുകാലികളെ വെച്ചിട്ടായിരുന്നു. അപ്പൊ നമ്മൾ ആര്യന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഋഗ്വേദ കാലത്തെ പ്രധാന സമ്പത്ത് കന്നുകാലികളാണ് അല്ലെ? പക്ഷെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തലായിരുന്നെങ്കിൽ കൂടെ അവര് കൃഷിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പ്രധാന കൃഷി എന്ന് പറയുന്നത് ബാർലി ആയിരുന്നു പ്രധാന കൃഷി. അപ്പൊ ഇവരെന്തായിരുന്നു? ഒരു കൂട്ടമായിട്ടായിരുന്നു ആര്യന്മാര് താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു കൂട്ടത്തെ നമ്മൾ ഗോത്രം അഥവാ ട്രൈബ് എന്ന് വിളിക്കുന്നു. ഈ ട്രൈബ് അല്ലെങ്കിൽ ഗോത്രത്തിന് ഒരു തലവൻ ഉണ്ടായിരിക്കും. അവര് രാജൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ ഗോത്രങ്ങൾ തമ്മിൽ ഒരുപാട് കശപിശകളും കാര്യങ്ങളൊക്കെ മക്കളെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്തൊക്കെ ആര്യന്മാരുടെ കയ്യിൽ ഒരുപാട് ഉപകരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടേ അവര് ആര്യന്മാരല്ലാത്തവരെ പരാജയപ്പെടുത്തിയിട്ട് അവരിൽ നിന്ന് കന്നുകാലികളെയൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവര് കീഴടക്കിയ ആളുകളൊക്കെ ഇവരെന്ത് പേരിലാണ് വിളിച്ചത്? ദാസന്മാരെന്നും ദസ്യുക്കളെന്നുമായിരുന്നു ഇവര് വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഈ കാലഘട്ടത്തെ ഋഗ്വേദ കാലഘട്ടത്തെ പ്രധാനപ്പെട്ട ദൈവങ്ങൾ എന്ന് പറയുന്നത്, അവരുടെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ഇന്ദ്രൻ, വരുണൻ, അഗ്നി, അതിഥി, ഉഷസായിരുന്നു പ്രധാനപ്പെട്ട ദൈവങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ചാരനിറത്തിലുള്ള മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ട് സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ മക്കൾ ഇപ്പം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവര് ഗംഗാ സമതലത്തിലേക്ക് പോവുകയാണ്. ടുവേഴ്സ് ഗംഗാറ്റിക് പ്ലെയിനിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ മക്കളെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ? ഈ ഒരു സമയം ആവുമ്പോഴത്തേക്ക് ഇവർ എവിടെ എത്തി? നമ്മുടെ പിൻകാല വേദ കാലഘട്ടത്തിൽ ലേറ്റർ വേദിക് പീരീഡിലേക്ക് എത്താൻ തുടങ്ങി. അപ്പൊ ഈ ലേറ്റർ വേദിക് പീരീഡ് ഏത് കാലഘട്ടമാണ്? 1000 BC മുതൽ 600 BC വരെയാണ് അല്ലെ? ഇവരെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമുക്ക് എവിടുന്നാണ് ലഭിക്കുന്നത്? സാമവേദ, യജുർവേദ, അഥർവവേദയിൽ നിന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ ഒരു സമയമായപ്പോഴത്തേക്കും കന്നുകാലികളെ മേയിച്ചു നടന്ന ആളുകൾ കൃഷിയിലേക്ക് മാറാൻ തുടങ്ങി. അവരുടെ മുഖ്യ തൊഴിൽ എന്താവാൻ തുടങ്ങി? കൃഷിയാവാൻ തുടങ്ങി. അപ്പം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇവര് ഗംഗാ സമതലത്തിൽ എത്തുകയും അവിടെ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ ഇവര് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഗംഗാ സമതലത്തിൽ ഒരുപാട് വൻമരങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു.
ഡെൻസ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, ഫലഭൂഷ്ടായുള്ള മണ്ണുണ്ടായിരുന്നു, സമൃദ്ധമായ രീതിയിൽ ഇവർക്ക് മഴ ലഭിക്കായിരുന്നു. അതൊക്കെ ഇവര് ഗംഗാ സമുദ്രത്തിൽ എത്തിച്ചേരുന്നതിനുള്ള കാരണങ്ങളായിരുന്നു. അങ്ങനെ ഇവര് ഗംഗാ സമുദ്രത്തിൽ എത്തിയ സമയത്തെ മിസ് നേരത്തെ പറഞ്ഞതുപോലെ ഇവരെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആര്യന്മാരല്ലാത്തവരെ ഇവര് പരാജയപ്പെടുത്തിയതൊക്കെ അല്ലെ. പക്ഷെ ഇവരെ കയ്യിൽ ചെമ്പ് കൊണ്ടുള്ള ലോഹങ്ങളായിരുന്നു, ചെമ്പും വെങ്കലൊക്കെ കൊണ്ടുള്ള ലോഹങ്ങളായിരുന്നു. അത് വെച്ച് വലിയ കാടുകളൊക്കെ വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അവർക്ക് കൃഷി ചെയ്യണ്ടേ. അപ്പൊ ഇവരെന്ത് ചെയ്തു, കാട് മുഴുവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, കത്തിക്കാൻ തുടങ്ങി. കാട് മുഴുവൻ മൊത്തമായിട്ട് എന്ത് ചെയ്തു, ഇവര് കത്തിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് മരക്കുറ്റികൾ ഇവർക്ക് തടസ്സമാവുകയും ഗംഗാ സമുദ്രത്തിൽ നല്ല രീതിയിൽ ഇരുമ്പയിലുണ്ടെന്ന് മനസ്സിലാക്കി ഇവര് ഇരുമ്പ് വെച്ച് ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടാക്കി, കാടുകളൊക്കെ വെട്ടിത്തെളിച്ചു, കലപ്പ പോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി കൃഷിയിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഇരുമ്പ് കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഈ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഇരുമ്പ് യുഗം എന്ന് പറയുന്നത്. കന്നുകാലി വളർത്തലിൽ നിന്ന് ഇവരത് കൃഷിയിലേക്ക് മാറിയപ്പോൾ ഇവരുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഇവർ താമസിച്ചു, കൂടുതൽ കൃഷി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി, കാർഷികോൽപാദനം കൂടി, നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ദെൻ ഒരുപാട് ഉൽപ്പന്നങ്ങൾ മിച്ചം വന്നു. അപ്പൊ അത് അവരെന്ത് ചെയ്തു, എക്സ്ചേഞ്ച് ചെയ്തു, കൈമാറ്റങ്ങളിലേക്ക് പോയി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിൻകാല വേദകാലഘട്ടമായ സമയത്ത് ഇവിടെ നമുക്ക് ഇവര് ആരാധനകളൊക്കെ മാറി, ഇവർ യാഗങ്ങൾ കൂടുതൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ സൊസൈറ്റിയിൽ ജോലിയിൽ അധിഷ്ഠിതമായിട്ട് ഓരോ വർഗങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെയാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറയുന്ന ഒരു വിഭാഗം അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ സൊസൈറ്റിയിൽ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ചാതുർവർണ്ണ്യം എന്ന് നമ്മൾ വിളിക്കുന്നത് അതിനെയാട്ടോ. അതേപോലെ തന്നെ ഋഗ്വേദ കാലഘട്ടമായ സമയത്തേക്കും ഇവിടെ എന്ത് സംഭവിക്കാൻ തുടങ്ങി? ദൈവത്തെ കൂടുതൽ ആരാധിക്കുന്ന രീതി മാറി. ഇവരെന്തു ചെയ്തു? യാഗങ്ങൾ കൂടുതൽ ചെയ്യാൻ തുടങ്ങി. യാഗത്തിൽ അധിഷ്ഠിതമായ ഒരു സൊസൈറ്റി ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മൃഗങ്ങളെ അറഞ്ചും പറഞ്ചും ബലി കഴിപ്പിക്കുക. അങ്ങനെ കന്നുകാലികൾ കുറഞ്ഞു വന്നു. ഒരു കാലത്ത് ഇവരെന്ത് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്? കന്നുകാലികൾക്ക് വേണ്ടി യുദ്ധം ചെയ്തിരുന്ന ആളുകൾ തന്നെ കന്നുകാലികളെ ബലി അർപ്പിക്കാൻ ഒരു സിസ്റ്റത്തിലേക്ക് ഇവരെന്ത് ചെയ്തു, വരാൻ തുടങ്ങി. പിന്നെ ഈ ഒരു പാഠഭാഗത്ത് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് പ്രാചീന കാലത്ത് പ്രാചീന തമിഴകത്തെ കുറിച്ചാണ്. അപ്പോൾ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് സംഘകാല കൃതികളിൽ നിന്നും മഹാശില സംസ്കാരങ്ങളാണ്, പയന്തമൈ പാട്ടുകൾ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ പയന്തമൈ പാട്ടുകളാണ് ഈ സംഘകാല കൃതികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് സംഘകാല കൃതി അല്ലെങ്കിൽ സംഘകൃതി എന്ന പേര് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മധുര കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രോത്സാഹനത്താൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു ഈ സംഘകാലത്തെ പണ്ഡിതന്മാരും ഈ ഒരു സാഹിത്യ കൂട്ടായ്മകളൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് സംഘകാല കൃതി അല്ലെങ്കിൽ സംഘകൃതി എന്നൊരു പേര് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവരുടെ പ്രധാനപ്പെട്ട അതുകൊണ്ട് തന്നെ ഇവര് സംഘം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇവരുടെ പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത്, ഇതൊക്കെ പ്രധാനപ്പെട്ട കൃതികളായിട്ട് നമുക്ക് പറയാം. അതേപോലെ തന്നെ മക്കളെ, നമ്മുടെ പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരൊക്കെയായിരുന്നു ഭരിച്ചിരുന്നത്? നമ്മുടെ പാണ്ഡ്യന്മാർ, ചേരന്മാർ, അതേപോലെ ചോളന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പം ഇവരെ 3 പേരെയും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്ന പേരായിരുന്നു എന്ത്? മൂവേന്തന്മാർ എന്നായിരുന്നു ഇവരെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പയന്തമൈ പാട്ടിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ മക്കളെ നമ്മൾ പറയുന്നത് സംഘകാല കൃതികളിൽ നമുക്ക് ഒരുപാട് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് അല്ലെ. പ്രാചീന തമിഴകത്തെ കുറിച്ചൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതേപോലെ തന്നെ തിണകളെ കുറിച്ചിട്ട് എവിടെ പറയുന്നുണ്ട്? നമ്മുടെ സംഘകാല കൃതികളിൽ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ, ഓരോ തിണകൾക്കും അതിൻ്റെതായുള്ള ഒരുപാട് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മക്കളെ നോക്കിക്കേ, 5 പ്രധാനപ്പെട്ട തിണകളാണ് ഉണ്ടായിരുന്നത്. എത്ര പ്രധാനപ്പെട്ട തിണകളാ? 5 പ്രധാനപ്പെട്ട തിണകളാ. ഏതൊക്കെയായിരുന്നു? കുറിഞ്ചി, മുല്ലേ, പാലെ, മരുതം, നേതൻ എന്നീ പറയുന്ന 5 പ്രധാനപ്പെട്ട തിണകളാണ് ഉണ്ടായിരുന്നത്. ഓരോ തിണകൾക്കും അതിൻ്റെതായുള്ള പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കുറിഞ്ചിയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മലകൾ, മലയോരങ്ങളൊക്കെ ആയിരുന്നു അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ മുല്ലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാട്, പുൽമേടൊക്കെ നമുക്ക് കാണാം. ഇനി നമ്മൾ പാല നോക്കുകയാണെങ്കിൽ അതൊരു വരണ്ട പ്രദേശം, ഒരു ഡ്രൈ ആയുള്ള ഒരു സോണായിരുന്നു. ഇനി മരുതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വയൽ പ്രദേശമായിരുന്നു. നെയ്തലോ
തീരപ്രദേശമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇവിടെ നോക്കിക്കേ, കേരളത്തിലെ ഒരുപാട് പ്രദേശങ്ങൾ എന്താ ഈ ഒരു പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെ പ്രദേശങ്ങളാ മക്കളെ നമ്മൾ പറയുന്നത്? നമ്മളെ പാലക്കാട്, അതേപോലെ മുല്ലശ്ശേരി, മരുതൂർ, ഇതൊക്കെ ഇപ്പറഞ്ഞിട്ടുള്ള തിണകളിൽ നിന്ന് നമുക്ക് വന്ന പേരുകളാണ് കേട്ടോ. അപ്പം അതേപോലെ തന്നെ നമ്മൾ കുറിഞ്ചിനെ കുറിച്ച് പറയില്ലേ, കുറിഞ്ചിയിൽ നല്ല രീതിയിലുള്ള കുരുമുളകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വിദേശികളൊക്കെ എന്താ കുരുമുളക് തേടിയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് എന്താണ് സംഘകാല കൃതികളിൽ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ മക്കൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ, അതായത് ചേഞ്ചസ് റോഡ് ബൈ അയണിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പൊ എൻ്റെ എല്ലാ മക്കൾക്കും ഈ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായില്ലേ, മനസ്സിലായില്ലേ, സെറ്റായില്ലേ? അപ്പൊ എക്സാം എങ്ങനെയാ നമ്മൾ അടിച്ചു പൊളിച്ച് ചെയ്തല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ആണ്. ഇതേപോലുള്ള ഒരുപാട് ഷോർട്സും വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.